മലമ്പുഴ മണ്ഡലത്തിലെ കുടുംബ പഞ്ചായത്തിൽപ്പെടുന്ന നിരവധി വോട്ടർമാരുടെ വോട്ട് ഇത്തവണ കണ്ണാടി പഞ്ചായത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അവർ പോലും അറിഞ്ഞിട്ടില്ല. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, പുതിയ ഒരു തിരിച്ചൽ കാർഡ് ഉപയോഗിച്ചാണ് ഈ വോട്ടുകളെല്ലാം മാറ്റിയിട്ടുള്ളത്. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് തെളിവ് സഹിതം ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നു. വ്യാപകമായി വ്യാജ വോട്ടുകൾ അവസാന ഘട്ടത്തിൽ ചേർത്തിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ പരാതി ശരിവെക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഈ അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ട്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഒരാൾക്കൊരു തിരിച്ചറിയൽ കാർഡേ പറ്റൂ. എനിക്ക് നിങ്ങൾക്കെല്ലാം ഒരു തിരിച്ചറിയൽ കാർഡേ ഉള്ളൂ. അപ്പോൾ 2 തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്നത് ഗുരുതരമാണ്. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ പ്രതികൾ പാലക്കാട് തമ്പടിച്ചിട്ടുള്ളത് ഗൗരവമായിട്ട് അന്വേഷിക്കണം, ഗൗരവമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ക്രിമിനൽ സംഘമാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ചേർത്തത്. ജയിലിൽ പോകേണ്ട കുറ്റമാണല്ലോ. ഉണ്ടാക്കിയവരും പോകും. വ്യാജ വോട്ട് ചേർക്കാൻ കൂട്ടുനിന്ന BLOമാരുണ്ടെങ്കിൽ അവരും കുടുങ്ങും. അതുപോലെ ആരുടെ പേരിലാണോ വ്യാജ വോട്ട് ചേർത്തത് അവരറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവരും നിയമ നടപടികൾ നേരിടേണ്ടി വരുമല്ലോ. വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ ഇക്കാര്യം എടുക്കും. ഇതിനകം തന്നെ ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം, അടിയന്തര നടപടി സ്വീകരിക്കണം. ഇവിടെ മാത്രമല്ല, ഈ വോട്ടർമാർക്ക് വീട്ടു നമ്പറില്ല, അഡ്രസ്സില്ല. ഇത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്ര വലിയ അട്ടിമറി നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഞങ്ങൾ വോട്ടർ പട്ടിക പരിശോധിച്ചതിൽ അധികമായി അഡീഷണൽ വോട്ടർ പട്ടികയിൽ ചേർത്ത 2700ഓളം പേർ ഇങ്ങനെ വീട്ടു നമ്പറില്ലാത്ത, അഡ്രസ്സില്ലാത്ത, മേൽവിലാസമില്ലാത്ത വോട്ടുകളുണ്ട്. ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, എവിടെ താമസിക്കുന്നവരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെന്ന് കണ്ടെത്തി. ആ ലിസ്റ്റ് മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളും, ഈ വ്യാജ വോട്ടർമാരൊരാളും വന്ന് വോട്ട് ചെയ്യാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലാണ്. നിങ്ങളുടെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് കണ്ണാടി പഞ്ചായത്തിൽ, കൊടുമ്പ് പഞ്ചായത്തിലുള്ള, മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പിലുള്ള വ്യാജ വോട്ടർമാരെ കണ്ണാടിയിൽ ചേർത്തു എന്നതാണ്. സമാനമായ നിലയിൽ പിരായിരി പഞ്ചായത്തിൽ ചേർത്തിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലും ചേർത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യാജ ID കാർഡ് കേസിലെ പ്രതികൾ കുറേ ദിവസമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ UDF സ്ഥാനാർത്ഥിയോടൊപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ അതും അന്വേഷണ വിധേയമാക്കണം. ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ പല പത്രസമ്മേളനങ്ങളിലും പറഞ്ഞ കാര്യങ്ങളാണ്. അത് അന്വേഷണ വിധേയമാക്കണം. UDFും BJPയും ഒരുപോലെ ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. BLOമാർ ഇതിനു വേണ്ടി ഒത്തുകളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. BLOമാരെ ഉപയോഗിച്ചാണ് ഇത് നടത്തിയിട്ടുള്ളതെന്നും വ്യക്തമാണ്. അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരും. അവർ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുകയല്ലേ ചെയ്യുന്നത്. വോട്ടർമാരറിയാതെ മാത്രം ചേർക്കാനാവുമെന്ന് വിചാരിക്കുന്നില്ല. ഇപ്രകാരം ചേർത്ത വോട്ടർമാർക്ക് കൂടി അറിവുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണല്ലോ. അപ്പം മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വോട്ട് ചേർക്കാൻ സമീപിക്കുമ്പോൾ ന്യായമായിട്ടും അവർക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. മലമ്പുഴയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, വോട്ടർ പട്ടിക പുതുക്കുന്നുമില്ല.